ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇടണമെന്ന് വിചാരിക്കാറുണ്ട്, അങ്ങനെ ഇടാൻ നടക്കാറില്ല. ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്, കുറച്ചേരം അടുക്കളയിലൊക്കെ കയറി. ഇന്ന് ലേറ്റായിട്ടാണ് എണീറ്റത്, പക്ഷേ എന്തോ അടുക്കളയിൽ കയറി എന്തോ ചെയ്തു. 2 ദിവസം മുന്നേ അടുത്ത് ചൂടാണെന്ന് പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചേരം ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതിന്, കാരണം ചെടികളൊക്കെ വാടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പം ജോലിക്ക് പോകണതുകൊണ്ട് തന്നെ വൈകുന്നേരം വരുമ്പോൾ അല്ലെങ്കിൽ രാവിലെ പോകുമ്പോൾ നടന്നാണ് പോകാറ്. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ കൂടുതലും ചെടികളൊക്കെ എടുത്തുകൊണ്ട് വരാറ്. വഴിയരികിലൊക്കെ കാണുന്ന ചെടികളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും കേട്ടോ. ചെടിച്ചട്ടിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നട്ട് വയ്ക്കാറുണ്ട്. കാരണം പണ്ടൊക്കെ കണ്ട വെറൈറ്റി ചെടികളായിരിക്കും, പിന്നെ നമുക്കതൊന്നും ഇപ്പം അധികം കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ നട്ട് വയ്ക്കുക, അവിടെ പൊടിച്ച് നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ. പിന്നെ അതൊക്കെ വാടി നിൽക്കാൻ കാണുമ്പോൾ സങ്കടം തോന്നും. പിന്നെ ഞാൻ താഴെ നിന്ന് വെള്ളം ചുമന്നുകൊണ്ട് മുകളിൽ കൊണ്ടുവന്ന് ഒഴിച്ച് അതൊക്കെ ഒന്ന് നികർത്തി എടുക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി വന്നിരുന്ന് ഒരുങ്ങുകയാണ്. എൻ്റെ മോയ്സ്ചറൈസർ തീർന്നു. ഇപ്പം മോളുടെ ക്രീമാണ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. അപ്പത്തിന് ഇതാ ഫോൺ ഇതാ മേളിലോട്ട് പോകുന്നു. പിന്നെ ഫോണിനെ പിടിച്ച് അവിടെ ഇരുത്തി അയലിനാറൊക്കെ ഞാൻ എഴുതിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കുഞ്ഞു പൊട്ട്, ഇപ്പോഴത്തേനും ഈ പൊട്ടാണ് വെക്കാറ്. പണ്ടൊക്കെ എനിക്ക് അയലിനാർ വെച്ചിട്ടുള്ള പൊട്ടാണ് ഇഷ്ടം, ഇപ്പോഴും എനിക്കതാണ് ഇഷ്ടം. പക്ഷേ എന്നാലും ചുമന്ന പൊട്ടിരിക്കട്ടെ, എന്താ ഭംഗി തോന്നിയുകൊണ്ട് ഞാൻ വെച്ചതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക് ഇടാറുണ്ട്. എല്ലാവരും ഇടണം കണ്ടുകൊണ്ട് ഇടാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ എന്താ ലിപ്സ്റ്റിക് ഇടുമ്പോൾ വലിയ കുഴപ്പമില്ല, കാരണം ഞാൻ ഇടാത്തത് കൊണ്ടായിരിക്കണം എൻ്റെ എന്തൊക്കെ അങ്ങനെ ഒരു ഷെയ്ഡ് അങ്ങനെ ചേരണമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ആ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ തല കെട്ടാൻ പോയപ്പോൾ ചീപ്പ് കാണാറില്ല. ആ ചീപ്പില്ലെങ്കിൽ എൻ്റെ മുടി അടഞ്ഞു ഒതുങ്ങി ഒരിടത്തും ഇരിക്കത്തില്ല. കാരണം അങ്ങനത്തെ ഒരു പറഞ്ഞാൽ കേൾക്കാത്തൊരു മുടിയാണ്, അനുസരണയിൽ തീരെയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഉച്ചയെടുത്താണ് തല കെട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കോണുച്ചെടുത്താണ് തല കെട്ടാറ്, കാരണം നേരുച്ചീനെക്കാളും കോണുച്ചയാണ് ചേരണമെന്നൊന്നുമില്ല. പിന്നെ എങ്ങനെ കെട്ടില്ല, എൻ്റെ മണ്ട ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ല തല കെട്ടുമ്പോൾ. എനിക്കിഷ്ടപ്പെട്ടില്ല തല കെട്ടിയപ്പോൾ. പിന്നെ ക്യാപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ തലമുടി ഇങ്ങനെയാണ് കെട്ടി വെക്കണം, കാരണം നമ്മളെ മുടിക്ക് ക്യാപ്പിനുള്ളിൽ മുടി ഇരിക്കണം, അങ്ങനെയാണല്ലോ. അപ്പോൾ ഷോപ്പിൽ പോയി തുടങ്ങിയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വ്ളോഗൊന്നും ഇടാൻ ടൈം കിട്ടാറില്ല. എൻ്റെ അടുത്തൊരു കുഞ്ഞ് ക്ലീനിങ് വ്ളോഗ് ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്ലീനിങ് വ്ളോഗ് എടുക്കാൻ ഞാൻ പകൽ മൊത്തം ഇവിടെയല്ല കേട്ടോ, ഒരു ഷോപ്പിലാണ്. സ്വന്തമായിട്ടുള്ള സെയിൽസിനാണ് പോണത്, സെയിൽസ് ഗേളായിട്ടാണ് പോണത്. അപ്പോൾ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി ഇറങ്ങിയിട്ട് കുറിയൊക്കെ ഇട്ട്, പിന്നെ അവിടുത്തെ യൂണിഫോം ഉണ്ട്, ബനിയൻ, അതൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. പിന്നെ നടന്നു പോകുന്നുണ്ട്, ഞാൻ റെയിൽവേ പാളം വഴിയൊക്കെ നടന്നു പോകുന്നത്. ഇന്ന് നടന്നു പോയപ്പോഴത്തേനും കണ്ടുമുട്ടിയ ആളാണ് കേട്ടോ, അതാ പോയത്. ആരുടെയാണെന്ന് അറിയില്ല. എല്ലാവരും ചോദിച്ചു എൻ്റേതാണ്. ഞാൻ പറഞ്ഞു എൻ്റേതല്ലെന്ന്. പക്ഷെ അത് ഏതോ വഴി തെറ്റി വന്നതാണ്, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അതിന് അവിടെ കിടന്ന് കറങ്ങിയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതേ വരിക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കും കേട്ടോ, പൈസ തന്നെ എഴുതി വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറുണ്ടപ്പോൾ അറിയാമെന്നുള്ള കുഞ്ഞു അതാണ് ഹായ് കാണിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ക്യാപ്പ് എടുത്ത് വെച്ച് കുറച്ച് നേരം ആൾക്കാരൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ഇപ്പോൾ ചായ കുടിക്കുന്ന ടൈം ആയപ്പോഴത്തേനും ചായ മതം എന്തോ ഒരു സംഭവം എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്തായിരുന്നാലും. പിന്നെ വാങ്ങിയതിന് വേണ്ടി കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പോകാൻ സമയപ്പോൾ എൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കിൻഡർ ജോയ് വാങ്ങിച്ചിട്ട് വന്നു, അതിൽ കിട്ടിയ ആനക്കുട്ടി ഉണ്ടത്. അപ്പോൾ ബായ്.